KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ച് സ്ത്രീ യാത്രക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡിലുള്ള KSRTC ബസ് സ്റ്റാൻഡിലാണ്. UDFിൻ്റെ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ KSRTC യാത്ര. അത് ജൂൺ 15 മുതൽ നിലവിൽ വരുമെന്ന് ഇന്നത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് നല്ല രീതിയിൽ കാണുന്നത്. എല്ലാവർക്കും യാത്ര ചെയ്യാമല്ലോ. സ്ഥിരമായിട്ട് നമുക്ക് യാത്ര ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു കാര്യമാണ്. കാരണം പൈസ കൊടുത്ത് ചിലർക്ക് എല്ലാവർക്കും എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാര്യമാണത്. വളരെ നല്ലതാണ്. എങ്ങനെയാവും അങ്ങോട്ട് നോക്കാം. വളരെ നല്ലതാണ്. വളരെ നല്ല അഭിപ്രായം. സ്വാഗതാർഹമായ തീരുമാനം തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവിടെ ഒരു ലിംഗവിവേചനം നടത്തുന്നത് അതുകൊണ്ട് ആ സൗജന്യം നമുക്ക് വേണ്ട. സൗജന്യം ഉപയോഗപ്പെടുത്തും തീർച്ചയായും. തീർച്ചയായും നന്നായി വരട്ടെ. എന്തായാലും നന്നാവട്ടെ. നല്ല അഭിപ്രായമാണ്. നേരത്തെ വരണമായിരുന്നു എന്നാണോ? അതെ. മോൻ്റെ മനസ്സിലല്ലേ ഇടിപൊട്ടിയത്. മോൻ രാവിലെ വരുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇനി അമ്മയ്ക്കോ വാവയ്ക്കും ടിക്കറ്റ് വേണ്ട അച്ഛാ, നമുക്ക് രണ്ടാം എടുത്താൽ മതി. എന്തായാലും നല്ല ഒരു ഇതായിട്ട് കാണുന്നു. കേരളത്തിൽ എവിടെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമല്ലോ. പറഞ്ഞ് ചെയ്യണ ആളാ VD സതീശൻ മുഖ്യമന്ത്രി. അയാൾ ചെയ്യുക തന്നെ ചെയ്യും, ഉറപ്പാണ്. എങ്ങനെയാ, സ്ഥിരം യാത്രികരാണോ? നമുക്ക് ഫ്രീ ആയിട്ട് പോകാനാവും. നല്ല അഭിപ്രായമാണ്. നല്ല തീരുമാനം. നല്ലതാണ്. ഒരുപാട് സ്ത്രീ യാത്രക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് ഇവരിൽ പലരും ഈ അഭിപ്രായം പറഞ്ഞത്. സ്ത്രീ യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് KSRTC എന്ന് പറയുന്ന ഈ സംവിധാനം പൊതുവേ ലാഭകരമല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ നഷ്ടം സർക്കാർ എങ്ങനെ നികത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും നല്ല ജനകീയ തീരുമാനങ്ങളുമായി ഇനിയും ഈ പുതിയ VD സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾ കൂടിയുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.